ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പാഠഭാഗത്തിലെ 36 തുടങ്ങി 41 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ലേൺഡ് അബൌട്ട് സം ഓഫ് ദ സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്, ഹൗ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഡ് ടു സ്ട്രെങ്തൻ നാഷണലിസം ഇൻ ഇന്ത്യ and the formation of some political organizations. In this video, we are going to discuss the various policies adopted by the British to implement the divide and rule policy, their consequences, and the revolutionary movements that led the national movement along a different path. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. So let's move on to the question answers. Question number 25. Name the first Malayali who became the president of the Indian National Congress. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയുടെ പേര്. ആൻസർ സർ സി ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ. വാട്ട് വാസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ആൻസർ ദ എയിം വാസ് ടു ഡിവൈഡ് ദ പ്രൊവിൻസ് ഓഫ് ബംഗാൾ ഇൻടു ടു, വിച്ച് വാസ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നെക്സ്റ്റ് വൺ. Which was the most important strategy that the British authorities adopted to weaken the Congress-led struggles? കോൺഗ്രസ് നയിക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം ഏതാണ്? ആൻസർ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നെക്സ്റ്റ് വൺ. വാട്ട് വാസ് ദ റീസൺ ദാറ്റ് ദ ബ്രിട്ടീഷ് പുട്ട് ഫോർവേഡ് ടു പാർട്ടീഷൻ ദ ബംഗാൾ. ബംഗാൾ വിഭജനത്തിന് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച കാരണം എന്തായിരുന്നു? Answer. The reason they put forward was that the existing province of Bengal was vast and partition was necessary for efficient administration. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിശാലമാണെന്നും കാര്യക്ഷമമായ ഭരണത്തിന് വിഭജനം ആവശ്യമാണെന്നുമാണ് അവർ മുന്നോട്ട് വെച്ച കാരണം. നെക്സ്റ്റ് വൺ. ഹൗ വാസ് ബംഗാൾ ഡിവൈഡഡ്. ബംഗാൾ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത്? ആൻസർ ബംഗാൾ വാസ് ഡിവൈഡഡ് ഇൻടു ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാൾ വാസ് എ മുസ്ലിം മെജോറിറ്റി റീജിയൻ ആൻഡ് വെസ്റ്റ് ബംഗാൾ വാസ് എ ഹിന്ദു മെജോറിറ്റി റീജിയൻ. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പശ്ചിമ ബംഗാൾ എന്നും വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പശ്ചിമ ബംഗാൾ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. നെക്സ്റ്റ് വൺ. നെയിം ദ ബ്രിട്ടീഷ് വൈസ്രോയി ഹു ക്യാരിഡ് ഔട്ട് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ പേര്. ആൻസർ ലോർഡ് കഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ ബംഗാൾ പാർട്ടീഷൻ കം ഇൻ ടു എഫക്റ്റ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എപ്പോഴാണ്? ആൻസർ ഓൺ ഒക്ടോബർ 16, 1905. നെക്സ്റ്റ് വൺ. ഹു കമ്പോസ്ഡ് ദ പാട്രിയോട്ടിക് സോങ് അമർ സോണാർ ബംഗ്ല. അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ. നെക്സ്റ്റ് വൺ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി സ്വദേശി മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. The protests against the partition of Bengal turned into a massive strike. This is known as the Swadeshi movement. The meaning and purpose of this movement was the use of Indian goods and promote the success of Swadeshi industries and other enterprises, which meant boycotting British products and thus depriving the government of trade revenue. Self-reliance was the main concept of the Swadeshi movement. ബംഗാൾ വിഭജനത്തിനെതിരായ പ്രതിഷേധങ്ങൾ വൻതോതിലുള്ള പണിമുടക്കിന് കാരണമായി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാധനങ്ങളുടെ ഉപയോഗം, സ്വദേശി വ്യവസായങ്ങളുടെയും മറ്റ് സംരംഭങ്ങളുടെയും വിജയം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ അർത്ഥവും ലക്ഷ്യവും. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അതുവഴി സർക്കാരിന് വ്യാപാര വരുമാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സ്വാശ്രയത്വം ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. നെക്സ്റ്റ് വൺ. വാട്ട് വെർ ദ റിസൾട്ട്സ് ഓഫ് ദ സ്വദേശി മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എന്തായിരുന്നു? ആൻസർ മെനി ടെക്സ്റ്റൈൽ മിൽസ്, സോപ്പ് ഫാക്ടറീസ്, മാച്ച് ഫാക്ടറീസ്, ഹാൻഡ്ലൂം എസ്റ്റാബ്ലിഷ്മെന്റ്സ്, നാഷണൽ ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് വെർ സ്റ്റാർട്ടഡ്. അതായത് നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. നെക്സ്റ്റ് പോയിന്റ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്റ്റാർട്ടഡ് ബൈ ആചാര്യ PC റോയ്. സ്വദേശി സ്റ്റോർ സ്റ്റാർട്ടഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ദ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്റ്റാർട്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് V ചിദംബരം പിള്ളൈ ആൻഡ് ദ സ്റ്റീൽ ഫാക്ടറി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജംഷഡ്ജി ടാറ്റ were formed as part of the സ്വദേശി മൂവ്മെന്റ്. അതായത് ധാരാളം സ്ഥാപനങ്ങൾ, ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സ്വദേശി സ്റ്റോർ, V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിച്ചു.
Next one, list some of the industries and establishments that emerged in India as part of the Swadeshi movement. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ചില വ്യവസായങ്ങളുടെയും സ്ഥാപനങ്ങളെയും പട്ടികപ്പെടുത്തുക എന്നാണ് ചോദ്യം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസർ തന്നെയാണ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആചാര്യ PC റോയ്, സ്വദേശി സ്റ്റോർ രവീന്ദ്രനാഥ് ടാഗോർ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി V ചിദംബരം പിള്ളൈ, സ്റ്റീൽ ഫാക്ടറി ജംഷഡ്ജി ടാറ്റ. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ സ്വദേശി മൂവ്മെന്റ് ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ സ്വാധീനിച്ചു? ആൻസർ, the common people, women and students of India became participants in a political movement for the first time. ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഫീൽഡ്സ് ഓഫ് കൾച്ചർ, എഡ്യൂക്കേഷൻ, എക്കണോമി ആൻഡ് പൊളിറ്റിക്സ്. സംസ്കാരം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളെ അത് സ്വാധീനിച്ചു. നെക്സ്റ്റ് വൺ, സ്പ്രെഡ് ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് അറ്റ് ദ നാഷണൽ ലെവൽ ആൻഡ് കോൺട്രിബ്യൂട്ട് ദ സ്വദേശി ആസ് എ ന്യൂ വേ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പുതിയ മാർഗമായി സ്വദേശിയെ സംഭാവന ചെയ്യുകയും ചെയ്തു. ഇറ്റ് ബ്രോട്ട് ദ നാഷണൽ സ്ട്രഗിൾ ക്ലോസർ ടു ദ കോമൺ പീപ്പിൾ. അത് ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. നെക്സ്റ്റ് വൺ, what was the name of the voluntary organizations that worked to spread the message of സ്വദേശി movement and organize the people? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും പ്രവർത്തിച്ച സന്നദ്ധ സംഘടനകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ, സ്വദേശി സമിതിസ്. നെക്സ്റ്റ് വൺ, what were the main objectives of the സ്വദേശി ബന്ധബ് സമിതി formed by അശ്വിനി കുമാർ ദത്ത്? അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബന്ധബ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ആൻസർ, പ്രൊവൈഡ് ഫിസിക്കൽ ട്രെയിനിങ് ടു വളണ്ടിയേഴ്സ്, അതായത് വളണ്ടിയർമാർക്ക് ശാരീരിക പരിശീലനങ്ങൾ നൽകുക. ദെൻ ഹെൽപ്പ് ദോസ് ഹൂ സഫർ ഫ്രം എപ്പിഡമിക്സ് ആൻഡ് അതർ എയിൽമെന്റ്സ്, പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും ബാധിച്ചവരെ സഹായിക്കുക. എസ്റ്റാബ്ലിഷ് സ്വദേശി വിദ്യാലയാസ്, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the differences between the working methods of the moderates and the extremists in the Indian national movement? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും പ്രവർത്തന രീതികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, moderates was not ready for an open struggle against the British. They propagated their ideas through peaceful and bloodless struggles, meetings, speeches and resolutions. Extremists adopted revolutionary methods of action like Swadeshi and boycott to argue that ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ സ്ട്രോങ് ഓപ്പൺ സ്ട്രഗിൾ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്ന പോരാട്ടത്തിന് തയ്യാറായിരുന്നില്ല മിതവാദികൾ. സമാധാനപരവും രക്തരഹിതമായ സമരങ്ങൾ, യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ശക്തമായ തുറന്ന പോരാട്ടത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന് വാദിക്കാൻ തീവ്രദേശീയവാദികൾ സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ചു. നെക്സ്റ്റ് വൺ, നെയിം ദ പ്രൊമിനന്റ് ലീഡേഴ്സ് എമംഗ് ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. മിതവാദികളിലെയും തീവ്രദേശീയവാദികളിലെയും പ്രമുഖ നേതാക്കളുടെ പേരുകൾ എഴുതുക എന്നതാണ് ചോദ്യം. മോഡറേറ്റ്സിലെ നേതാക്കളുടെ പേരുകൾ നോക്കാം. ഫിറോസ് ഷാ മെഹ്ത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ദാദാഭായ് നവറോജി. ദെൻ എക്സ്ട്രീമിസ്റ്റ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. നെക്സ്റ്റ് വൺ, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സൂറത്ത് കോൺഗ്രസ് കോൺഫറൻസ് ഇൻ 1907? 1907 സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ എന്താണ് സംഭവിച്ചത്? ആൻസർ, ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ബിക്കെയിം അക്യൂട്ട് അറ്റ് ദ സൂറത്ത് കോൺഗ്രസ് കോൺഫറൻസ്. ഇറ്റ് ഈവൻ ബിക്കെയിം ഇമ്പോസിബിൾ ടു കണ്ടിന്യൂ ദ കോൺഫറൻസ്. ദിസ് ലെഡ് ടു എ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ്. സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ രൂക്ഷമായി. സമ്മേളനം തുടരുന്നത് പോലും അസാധ്യമായി. ഇത് കോൺഗ്രസിൽ പിളർപ്പിന് കാരണമായി. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ബ്രിട്ടീഷ് ഇംപ്ലിമെന്റ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി? ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് വിഭജിച്ച് ഭരിക്കുക എന്ന നയം നടപ്പിലാക്കിയത്? ആൻസർ, ദ ബ്രിട്ടീഷ് ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് ബിറ്റ്വീൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് വെരി സ്കിൽഫുള്ളി. ദിസ് അലൗഡ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെന്റ് ദെയർ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ മോർ എഫക്റ്റീവ്ലി. മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള കോൺഗ്രസിലെ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഇത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സഹായിച്ചു. നെക്സ്റ്റ് വൺ, വെൻ വാസ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് എപ്പോഴാണ്? ആൻസർ, ഇൻ 1906. നെക്സ്റ്റ് വൺ, വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്? അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്താണ്? ആൻസർ,
A Muslim delegation led by Aga Khan met Lord Minto and put forward some demands. They demanded special representation for their community at all levels of government and separate constituencies for Muslims. The Viceroy accepted it, and this led to the formation of All India Muslim League. ആഗാ ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം പ്രതിനിധി സംഘം മിന്റോ പ്രഭുവിനെ കണ്ട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യവും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും അവർ ആവശ്യപ്പെട്ടു. വൈസ്രോയി അത് അംഗീകരിക്കുകയും ഇത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, നെയിം ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു മിറ്റിഗേറ്റ് പോപ്പുലർ ആങ്കർ ആൻഡ് ഇൻഫ്ലുവൻസ് മോഡറേറ്റ്സ് ഇൻ കോൺഗ്രസ്. കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും ജനങ്ങളുടെ കോപം ശമിപ്പിക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളുടെ പേര് പറയുക എന്നാണ് ചോദ്യം. ആൻസർ, ദ മിന്റോ മോർലി റിഫോംസ് ഓഫ് 1909. നെക്സ്റ്റ് വൺ, വാട്ട് വർ ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് ദ മിന്റോ മോർലി റിഫോംസ്? മിന്റോ മോർലി പരിഷ്കാരങ്ങളിലെ പ്രധാന വ്യവസ്ഥകൾ എന്തായിരുന്നു? ആൻസർ, ദ പ്രൊവിഷൻ ഓഫ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വ്യവസ്ഥ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പാൻഷൻ ഓഫ് ദ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചേഴ്സ്. നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളുടെയും അധികാരങ്ങളുടെയും വികാസം. നെക്സ്റ്റ് വൺ, നെയിം ദ ലീഡേഴ്സ് ഹൂ വർ കളക്റ്റീവ്ലി നോൺ ആസ് ലാൽ ബാൽ പാൽ. ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടിരുന്ന നേതാക്കളുടെ പേരുകൾ എഴുതുക. ആൻസർ, ലാല ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. നെക്സ്റ്റ് വൺ, ഗീവ് എക്സാമ്പിൾസ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിന് ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ, ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ദ മിന്റോ മോർലി റിഫോംസ്. നെക്സ്റ്റ് വൺ, വെൻ ഡിഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട്? ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ്? ആൻസർ, ഇൻ 1914. നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ എയിം ഓഫ് ദ ഹോം റൂൾ ലീഗ്? ഹോം റൂൾ ലീഗിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹോം റൂൾ ഓർ സെൽഫ് ഗവൺമെന്റ്. ഹോം റൂൾ അല്ലെങ്കിൽ സ്വയംഭരണം ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ, നെയിം ദ ലീഡേഴ്സ് ഓഫ് ദ ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗിന്റെ നേതാക്കളുടെ പേരുകൾ പറയുക. ആൻസർ, ആനി ബെസന്റ് ആൻഡ് ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, ഹൂ ഈസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആൻസർ, ആനി ബെസന്റ്. നെക്സ്റ്റ് വൺ, വാട്ട് വർ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ടേക്കൺ അറ്റ് ദി ആനുവൽ കോൺഫറൻസ് ഓഫ് ദ കോൺഗ്രസ് ഇൻ 1916 ഹെൽഡ് ഇൻ ലക്നൗ? 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്തായിരുന്നു എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യുണൈറ്റ്. അതായത് മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഷുഡ് വർക്ക് ടുഗദർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇനി പേജ് നമ്പർ 41 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദ സീക്രട്ട് റെവല്യൂഷണറി ഓർഗനൈസേഷൻസ്, ഇറ്റ്സ് പ്ലേസ് ആൻഡ് ദ ലീഡേഴ്സ്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റിൽ നോക്കി തന്നെ പഠിച്ചാൽ മതി. നമുക്ക് ഓരോന്നും ഒന്ന് വായിച്ചു പോകാം. റെവല്യൂഷണറി ഓർഗനൈസേഷൻസ്, വിപ്ലവ സംഘടനകൾ. അതിൽ വരുന്നത് അനുശീലൻ സമിതി, ഭാരത് മാതാ അസോസിയേഷൻ, യുഗാന്തർ പാർട്ടി, ഗദർ പാർട്ടി. ഇനി ഓരോന്നിൻ്റെയും സ്ഥലം എവിടെയെന്ന് നോക്കാം. അനുശീലൻ സമിതി സ്ഥലം ബംഗാൾ. ലീഡർഷിപ്പ് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഇനി അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ, അതിൻ്റെ പ്ലേസ് വരുന്നത് മദ്രാസ്. നേതൃത്വം നൽകിയവർ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. നെക്സ്റ്റ് വൺ, യുഗാന്തർ പാർട്ടി, അതിൻ്റെ പ്ലേസ് വരുന്നത് ബംഗാൾ. ലീഡർഷിപ്പ് റാഷ് ബിഹാരി ബോസ്, ഗുദിറാം ബോസ്. നെക്സ്റ്റ് വൺ, ഗദർ പാർട്ടി, അതിൽ പ്ലേസ് വരുന്നത് അമേരിക്ക. നേതൃത്വം നൽകിയ ആള് ലാല ഹർദയാൽ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതൊരു ഇത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോയി. കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് ചാപ്റ്റർ വേഗം എടുത്ത് തീർക്കാനുണ്ട് ഓൺ എക്സാമിന് മുമ്പ്. അതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഓരോന്നും കുറേശ്ശെയായിട്ട് എഴുതിയെടുത്തിട്ട് നമ്മൾ ഒരു 5-10 ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിട്ട് ഓരോ ദിവസം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.